പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ഷുക്കൂർ തരുവണ. ലോകരാജ്യങ്ങൾക്കിടയിൽ ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്കും എഞ്ചിനീയറിംഗ് മികവിനും ഗവേഷണങ്ങൾക്കും ചൈന വളരെയേറെ പേരെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ലോകം തന്നെ കടന്നു പോകുന്നത്. ചൈനയുടെ മറ്റൊരു പരീക്ഷണമായ കൃത്രിമ സൂര്യൻ, ആർട്ടിഫിഷ്യൽ സൺ എന്ന് പറയുന്ന ഒരു പദ്ധതിയെ പറ്റിയാണ് ഇന്ന് എൻ്റെ ഈ ചാനലിലൂടെ ഞാൻ വിശദീകരിക്കുന്നത്. ചൈനയുടെ അതിപ്രധാനമായ ഒരു ഊർജ പദ്ധതിയാണ് കൃത്രിമ സൂര്യൻ, അതായത് ആർട്ടിഫിഷ്യൽ സൺ എന്ന് പറയുന്നത്. ലോകത്ത് വലിയ വൈവിധ്യങ്ങളുള്ള എഞ്ചിനീയറിംഗ് മികവുള്ള പാലങ്ങളും കെട്ടിടങ്ങളും മറ്റനേകം കണ്ടുപിടുത്തങ്ങളുമായി ചൈന മുന്നേറുമ്പോഴാണ് ഇത്തരത്തിലുള്ള വലിയ ഒരു പദ്ധതിയുമായി ചൈന അവരുടെ പരീക്ഷണം ആരംഭിച്ച് ആ പരീക്ഷണത്തിൽ തന്നെ 80% വിജയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ സൂര്യനിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രക്രിയ ഭൂമിയിൽ പുനഃസൃഷ്ടിച്ച് പരിധിയില്ലാത്തതും ശുദ്ധവുമായ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ഒരു ശാസ്ത്ര പദ്ധതിയാണ് ചൈനയുടെ കൃത്രിമ സൂര്യൻ എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ സൺ എന്ന് പറയുന്നത്. ചൈനയിലെ ഹേഫെയ് നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന EAST എക്സ്പെരിമെൻ്റൽ അഡ്വാൻസ്ഡ് സൂപ്പർ കണ്ടക്റ്റിംഗ് ടോക്കാമാക് എന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറിനെയാണ് ചൈനയുടെ കൃത്രിമ സൂര്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സൂര്യനിൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അതേ ന്യൂക്ലിയർ ഫ്യൂഷൻ അടിസ്ഥാനമാക്കിയാണ് കൃത്രിമ സൂര്യനും പ്രവർത്തിക്കുന്നത്. നമ്മൾ കാണുന്ന യഥാർത്ഥ സൂര്യൻ്റെ കേന്ദ്രത്തിലെ താപനില 1.5 കോടി ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നാൽ കൃത്രിമ സൂര്യൻ്റെ ആർട്ടിഫിഷ്യൽ സണ്ണിൻ്റെ താപനില എന്ന് പറയുന്നത് 12 കോടി മുതൽ 16 കോടി വരെ ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് നമ്മുടെ സൂര്യൻ, നമ്മൾ കാണുന്ന യഥാർത്ഥ സൂര്യൻ്റെ 7 ഇരട്ടിയിലധികം ചൂട് കൃത്രിമ സൂര്യനിൽ നിന്നും ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ചൈനയിലെ ഈ പരീക്ഷണവുമായി മുന്നോട്ട് പോകുന്ന ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഡോണറ്റ് ആകൃതിയിലുള്ള ടോക്കാമാക് എന്ന പ്രത്യേക ഉപകരണത്തിലാണ് ഈ ചൂട് സജ്ജീകരിച്ചിരിക്കുന്നത്. 2 നേർത്ത ഹൈഡ്രജൻ ആറ്റങ്ങളെ ഉയർന്ന താപനിലയിലും മർദ്ദത്തിലും ഒന്നിച്ചു ചേർത്ത് ഹീലിയം ആറ്റമാക്കി മാറ്റുന്നതാണ് പ്രക്രിയ. ഈ പരീക്ഷണങ്ങൾ കൊണ്ട് ഒട്ടേറെ ലക്ഷ്യങ്ങളാണ് ചൈന മുന്നോട്ട് വെക്കുന്നത്. 2030 കൂടി ലോകത്തിന് വാണിജ്യാടിസ്ഥാനത്തിൽ വൈദ്യുതി നൽകുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ചൈന ലക്ഷ്യമിടുന്നത്. ഈ ഭൂമിയിൽ നിന്നും കൽക്കരിയും പെട്രോളും തീർന്നു പോയാലും ലോകത്തിൻ്റെ ഊർജാവശ്യം നിറവേറ്റുക എന്ന ലക്ഷ്യവും കൂടി ഇവരുടെ കൃത്രിമ സൂര്യൻ നിർമ്മിക്കുന്നതിലൂടെ, ഈ റിയാക്ടർ നിർമ്മിക്കുന്നതിലൂടെ ചൈന ലക്ഷ്യമിടുന്നുണ്ട്. പരമ്പരാഗത താപനിലയങ്ങളെ പോലെ അപകട സാധ്യത തീരെ ഇല്ലാത്തതും ദീർഘകാലാടിസ്ഥാനത്തിൽ റേഡിയോ ആക്റ്റീവ് മാലിന്യ പ്രശ്നങ്ങളില്ലാത്തതുമായ ഒരു പദ്ധതി കൂടിയാണ് എന്നാണ് ചൈനീസ് ശാസ്ത്രജ്ഞന്മാർ അവകാശപ്പെടുന്നത്. ായിരുന്നാലും ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു കൃത്രിമ സൂര്യൻ നിർമ്മിച്ചുകൊണ്ട്, ആർട്ടിഫിഷ്യൽ സൺ നിർമ്മിച്ചുകൊണ്ട്, അങ്ങനെ ഒരു റിയാക്ടറിലൂടെ ലോകത്തെ വൈദ്യുതാവശ്യവും ഊർജാവശ്യവും നേരിടുകയും പരിഹരിക്കുകയും ചെയ്യുക എന്നുള്ള സതുദ്ദേശത്തോടു കൂടിയാണ് ചൈന ഇങ്ങനെയുള്ള ഒരു കൃത്രിമ സൂര്യൻ്റെ നിർമ്മാണത്തിന് വേണ്ടി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ പദ്ധതി യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ നേരിടുന്ന വൈദ്യുതി പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നും ചൈന ലോകത്തിലെ തന്നെ വമ്പിച്ച വൈദ്യുതോൽപാദന രാജ്യമായി മാറുമെന്നും, കൽക്കരിയും പെട്രോളും ഇല്ലാത്ത അവസ്ഥ വന്നാൽ പോലും ഇവിടെയുള്ള ലോകത്തിൻ്റെ ഊർജാവശ്യങ്ങളെ പരിഹരിക്കാൻ ഈ റിയാക്ടറിന് സാധിക്കുമെന്ന അവകാശവാദമാണ് ശാസ്ത്രജ്ഞന്മാർ ഉന്നയിക്കുന്നത്, ചൈന അവകാശപ്പെടുന്നത്. ഇത്തരത്തിലുള്ള വലിയ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളും പരീക്ഷണങ്ങളുമൊക്കെ ലോകത്ത് നടക്കുമ്പോൾ മനുഷ്യൻ നിരന്തരമായി നേരിടുന്ന ക്യാൻസർ പോലുള്ള മഹാരോഗങ്ങൾക്ക്, ദുരിതങ്ങൾക്ക് പരിഹാരം കാണാൻ ഇന്നും ശാസ്ത്ര ലോകത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത്
വലിയ ഒരു പോരായ്മയായാണ് ഞാൻ കാണുന്നത്. അത്തരത്തിലുള്ള മാരകമായ രോഗങ്ങൾക്ക് പോലും ഒരു പരിഹാരം കാണാൻ ശാസ്ത്രലോകത്തിന് സാധിക്കുന്നില്ല എന്ന പോരായ്മകൾ നിലനിൽക്കെ തന്നെ ഒരു പ്രതീക്ഷയുടെ കിരണങ്ങൾ നമുക്ക് നൽകിക്കൊണ്ട് റഷ്യ എന്ന് പറയുന്ന രാജ്യം പറയുന്നത് ഈ ക്യാൻസർ രോഗത്തിനുള്ള മരുന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നും അതിൻ്റെ പരീക്ഷണങ്ങൾ അന്തിമഘട്ടത്തിലാണെന്നും ഈ മരുന്നുകൾ 2 വർഷങ്ങൾ കൊണ്ട് തന്നെ സാധാരണക്കാരായ ആളുകൾക്ക് ലഭ്യമാകുന്ന തരത്തിൽ വിപണിയിൽ എത്തുമെന്നുമാണ് അവകാശപ്പെടുന്നത്. ആശ്വാസ വാർത്ത ശരിയാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതായിരുന്നാലും ഇത്തരം പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ഒക്കെ നടക്കുമ്പോൾ മനുഷ്യ നന്മയിൽ അധിഷ്ഠിതമായ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ഒക്കെ ആവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.